Okay, boys, let's start the show. മറ്റേ അന്തസ് വേണോടാ അന്തസ് അതിന് ഓൾറെഡി നമ്മൾ സ്ക്രിപ്റ്റഡ് ആയിരുന്നു. അന്തസ് വേണോടാ അന്തസ്. പുള്ളിയോട് പറയുമ്പോൾ പുള്ളി എന്താ പറഞ്ഞത്? ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ മടിച്ചെന്ന് പറയുന്നത് ചേട്ടാ ഇതുപോലെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, കുഴപ്പമുണ്ടോ പറയാമോ? അത് കുഴപ്പം ഞാൻ പറഞ്ഞോളെന്ന് പറഞ്ഞോണ്ട് പുള്ളി വിലയിലൂടെ തരുന്നത് പുല്ലുവില. അടി ഒരു വീക്ക്നെസ് ആണോ? അടി നമുക്ക് പെരുത്തിഷ്ടം പറയുന്നതല്ലേ. കിട്ടിയിട്ടുണ്ടോ ഒരുപാട്? മോഹൻലാലിന്റെ പറഞ്ഞ ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ളതാണല്ലോ. 10 മൊത്തമായി കലക്കി വെച്ച കപ്പേരെന്ന് പറയുന്നത് നോൺസെൻസാ. കറക്റ്റ് സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ നല്ല സ്റ്റാഫ്സ്റ്റിക്കും കൂടെ ആണെങ്കിൽ നല്ല ആർട്ടിസ്റ്റ് കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതൊരു വേറെ ലെവലിൽ പോവും. അടികപ്പേരിൽ ആദ്യം ഹൊറർ ഉണ്ടായിരുന്നില്ല, പിന്നീട് അത് ആഡ് ചെയ്താണ്. തീർച്ചയായിട്ടും ഹൊറർ എലമെന്റ് ഉണ്ടായിരുന്നു. ഈ അവസാനത്തെ ഓജോ ബോർഡ് നമ്മൾ കളിച്ച് യക്ഷിയെ പുറത്തിറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീക്വൻസ് നമ്മൾ കംപ്ലീറ്റ്ലി ഞങ്ങൾ കോളേജിൽ ചെയ്ത കാര്യം. അതായത് കപ്പ്യാൽ കാണിച്ചതിൻ്റെ ഒരു മുക്കാൽ ഭാഗവും നമ്മൾ അവിടെ ഹോസ്റ്റലിൽ ചെയ്തതൊക്കെ തന്നെയാണ്. പലരും വിശ്വസിച്ചു ശരിക്കും യക്ഷി വന്നു. ഉല്ലാസ കായിക പാട്ട് ഒരു രാത്രി ഫുൾ ഷൂട്ട് ചെയ്തു. അതെ, സിംഗിൾ ടേക്കിൽ ഒരു ദിവസം കൊണ്ട് എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റിഹേഴ്സൽ. വൈകുന്നേരം 6 മണി തൊട്ട് ടേക്ക് പോയി അടുത്ത ദിവസം വെളുപ്പിനെ 6 മണിക്കാണ് ഓക്കെ ടേക്ക് കിട്ടുന്നത്. ആ ക്യാരക്ടർ ബിജുകുട്ടൻ ചേട്ടൻ ചെയ്തത് കൊണ്ടാണ് അത്രയും വൻ രീതിയിൽ ഒരു ഇത് വന്നത്. ബിജുകുട്ടൻ ചേട്ടൻ വന്നിട്ട് ഇങ്ങനൊരു സാധനമുണ്ട്, യേശു വെറും ഭയങ്കര സാധനം, ഇങ്ങനൊരു സാധനമുണ്ട്, ഞാൻ പാടട്ടെ. ഞാൻ പറഞ്ഞു പാടിക്കോ. അടികപ്പേര് ഫസ്റ്റ് തമിഴിൽ ചെയ്യാനായിരുന്നു പ്ലാൻ. തമിഴിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. തമിഴിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം എഴുതിയിരുന്നത്. അടികപ്പേര് കൂട്ടമണിക്ക് സെക്കൻഡ് പാട്ടുണ്ട്. അടികപ്പ്യാരെ കൂട്ടമണി ഇറങ്ങിയിട്ട് 10 വർഷമായല്ലേ? അതെ 10 വർഷമായി. 10 വർഷത്തിനിടയ്ക്ക് എന്താ 3 സിനിമകൾ മാത്രം ചെയ്യാൻ കാരണം? അല്ല, അത് മനഃപൂർവ്വം തീരുമാനിച്ചതല്ല. അതിങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പല സിനിമകളും പ്ലാൻ ചെയ്തിരുന്നു. എല്ലാം നടക്കാൻ സമയമുണ്ടല്ലോ, അതിനനുസരിച്ച് മാറി പോയതാ. ഓക്കെ, എത്ര സിനിമ ഈ 10 വർഷത്തിനിടയ്ക്ക് പ്ലാൻ ചെയ്തായിരുന്നു? ഒരു മിനിമം ഒരു 3 പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്ക്രിപ്റ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വെച്ചിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ പ്ലാൻ ചെയ്തിരുന്നായിരുന്നു ഇപ്പോൾ ഇത് ചെയ്യുന്ന അടിനാശം വെള്ളപ്പൊക്കവും. നേരത്തെ 2017 എഴുതിയ സ്ക്രിപ്റ്റായിരുന്നു. പിന്നെ നീണ്ടുപോയി. നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം വരുന്നതിന് മുമ്പ് ഈ വെള്ളപ്പൊക്കം എഴുതിയതാ. ഇലുമിനാറ്റിയാണോ? അല്ല, കമലഹാസന്റെ കാര്യമൊക്കെ പറയുന്ന പോലെ മുമ്പേ വരുന്ന കാര്യമൊക്കെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇതൊരു പ്രയോഗം. അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറയുന്ന അടികപ്പേര് കൂട്ടമണി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു നാട്ടിൻപുറത്തേക്ക് ഒരു പ്രയോഗം അടിനാശം വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്ന സമയത്ത് ഒക്കെ പറയുന്ന ഒരു പ്രയോഗമാണ്. അങ്ങനത്തെ ഒരു എന്താ ഈ പടം അടികപ്പേര് കൂട്ടമണി പോലെ തന്നെയുള്ള ഒരു ഒരു കോമഡി എൻ്റർടൈനർ, ഒരു കോമഡി, ഒരു ഫുള്ളി കപ്പേർ പോലെ ഒരു ഫുള്ളി ക്യാമ്പസ് അല്ല, എന്നാലും ക്യാമ്പസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു 4 പയ്യന്മാർ ഉണ്ട്. പിന്നെ അല്ലാതെ ഈ പറയുന്ന പോലെ ഷൈൻ ടോം ചാക്കോ, ബൈജു ചേട്ടൻ, മഞ്ജുപിള്ള ചേച്ചി, ബാബു ആൻ്റണി, ജോൺ വിജയ്, അശോകൻ ചേട്ടൻ, അങ്ങനെ ശ്രീകാന്ത് വെട്ടിയാർ, അങ്ങനെ പോകുന്ന ഒരു ഗ്രൂപ്പ് കോമഡി. ഒരു സിംഗിൾ ഹീറോ എന്നതിനെക്കാട്ടിലും നല്ലൊരു ഗ്രൂപ്പായിട്ടുള്ളൊരു കോമഡി എൻ്റർടൈനർ. അടികപ്പിയാരെ കൂട്ടമണിയാണെങ്കിലും അതിനുശേഷം വന്ന ഉറിയടിയാണെങ്കിലും രണ്ടും ട്രിവാൻഡ്രാണ്. ഇതും ട്രിവാൻഡ്രാണോ? അല്ല, ഇത് ട്രിവാൻഡ്രല്ല. ഇത് നമ്മൾ ഷൂട്ട് ചെയ്തത് കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനം വാഗമൺ ആണ്. അവിടെ മരീൻ എഞ്ചിനീയറിംഗ് കോളേജ് ഒരു മെയിൻ ലൊക്കേഷൻ ആയിരുന്നു. ചെയ്ത പടത്തിൻ്റെ പേരിലൊക്കെ അടി എന്താ വരാൻ കാരണം? അത് മനഃപൂർവ്വം അല്ലാതെ അത് യാദൃശികമായിട്ട് സംഭവിക്കുന്നതാണത്. അടി മനഃപൂർവ്വം ചെയ്തല്ല, അതൊരു വരുന്നതാണ്. ഇപ്പോൾ ഈ ഉറിയടി എന്ന് പറയുന്നതിലും ആദ്യം അത് ഉറിയടി എന്നല്ലായിരുന്നു അതിന് പേരിട്ടിരുന്നത്, വേറൊരു പേരായിരുന്നു. പക്ഷേ ലാസ്റ്റ് അത് കറങ്ങി തിരിഞ്ഞ് വീണ്ടും അത് ഉറിയടി എന്ന് വന്നു. പിന്നെ സ്വാഭാവികമായിട്ട് യാദൃശികമായിട്ട് വരുന്നതാണ്. അടി ഒരു വീക്ക്നെസ് ആണോ? അടി നമുക്ക് പെരുത്തിഷ്ടം പറയുന്നതല്ലേ. അല്ല, അത് അടി വീക്ക്നെസ് അല്ല. കിട്ടിയിട്ടുണ്ടോ ഒരുപാട്? അത് സ്വാഭാവികമുള്ള മോഹൻലാലിന്റെ പറഞ്ഞ ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ളതാണല്ലോ. എപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്? അല്ല, അങ്ങനെയല്ല. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇച്ചിരിയെങ്കിലും പരിപാടികളുള്ളത്. പിന്നെ പൊതുവെ ഇച്ചിരി സമാധാനപ്രിയനായിരുന്നു. സേ നോ ഡ്രഗ്സ് എന്നാണ് ഈ സിനിമയുടെ ടാഗ് ലൈൻ ഇട്ടിരിക്കുന്നത്. അതെന്താ അങ്ങനെ ഒരു ടാഗ് ലൈൻ? ഇത് സബ്ജക്റ്റ് നമ്മൾ ഈ പറയുന്ന പോലെ ഇതിനെ നമ്മൾ ഡ്രഗ്സ് യൂസിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുകയോ അങ്ങനെയുള്ള പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമല്ല. അതിനെ അങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണിക്കുകയോ പരിപാടികളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇതിനകത്ത് സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത് ഈ ഡ്രഗ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നതൊക്കെ അതുകൊണ്ടാണ്. ഇപ്പോൾ അതാണ് സംഭവം. ഷൈൻ ടോം തന്നെയായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ? അതെ, ഫസ്റ്റ് ഓപ്ഷൻ. ഈ ഒരു ക്യാരക്ടറിന് ഒരു മെയിൻ ഒരു സെൻട്രൽ ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പുള്ളി തന്നെ ആയിരുന്നു.
അടിനാശം വെള്ളപ്പൊക്കത്തിൽ സുരേഷ് പീറ്റേഴ്സ് ഉണ്ടോ? അതെ അതെ, അതാണ് വലിയൊരു മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു തിരിച്ചു വരവ് എന്ന് വേണമെങ്കിൽ പറയാം അത് മലയാളത്തിലേക്ക്. അതായത് നമ്മൾ ഫുൾ ഓൺ ആയിട്ടില്ല, പുള്ളി പല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ് പുള്ളി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഞാനൊരു ഒരു എന്താ പറയുന്നത്, പുള്ളിയുടെ ഒരു കട്ട ഒരു ഫാൻ ആണ്, പുള്ളിയുടെ മ്യൂസിക്കിൻ്റെ ഒരു കട്ട ഫാനാണ്. അപ്പോൾ പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു സുരേഷ് പീറ്റേഴ്സ് സാറിൻ്റെ കൂടെ ഒരു എന്തെങ്കിലും ഒരു പാട്ടെങ്കിൽ ഒരു പാട്ട് ഒന്ന് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഈ പടം ചെയ്ത് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കാര്യം ഡിസ്കഷൻ വന്നപ്പോൾ ഇങ്ങനൊരു സജഷൻ നമ്മളതിനെ പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സും ഒക്കെയാണ്. അങ്ങനെ പുള്ളിയെ തേടി പിടിച്ചു. പുള്ളി ബാംഗ്ലൂരാണ് ഉള്ളത്, പുള്ളിയുടെ കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആരുടെയിലും. പക്ഷേ ഇങ്ങനെ നമ്മൾ തേടി പിടിച്ച് പുള്ളിക്കൊരു മെസ്സേജൊക്കെ അയച്ച് ഇങ്ങനൊരു സംഭവമാണ് എന്ന് പറഞ്ഞ് ചെന്ന് കണ്ടപ്പോഴത്തേക്ക് 1 അല്ല 2 പാട്ട് പുള്ളി തന്നിട്ടുണ്ട്. അത് നല്ല ഒരു അടിപൊളി പാട്ടാണ്. പുള്ളി നല്ലൊരു കംബാക്ക്, പഴയ ഒരു സ്റ്റൈൽ, ഒരു അടിപൊളി 2 പാട്ടുകൾ പുള്ളി തന്നിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമാണ് പുള്ളിയോട് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അടികപ്പ്യാരെ വരുന്ന സമയത്ത് ജോൺ വർഗീസ് ആയിരുന്നു. 10 വർഷങ്ങൾക്കിപ്പുറം അത് AJ വർഗീസ് ആവാൻ എന്താ കാരണം? അരുൺ ജോൺ വർഗീസ് എന്നാണ് പേര്. അപ്പോൾ ആ സമയത്ത് എന്തോ ഒരു ഇതിൽ ഒക്കെ ആരോ എന്തോ പറഞ്ഞിട്ടതാ ജോൺ വർഗീസ്. എന്നെല്ലാവരും വിളിക്കുന്നത് വർഗീസ്, കാരണം അരുൺ എന്നുള്ള പേര് ഇഷ്ടംപോലെ യൂഷ്വൽ ആയതുകൊണ്ട് എന്നെ പണ്ട് കോളേജ് തൊട്ട് സ്കൂൾ തൊട്ട് എല്ലാവരും വർഗീസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. പിന്നെ കപ്പിയാർ സമയത്ത് എന്തോ അങ്ങനെ അങ്ങ് വിട്ടു. പക്ഷേ എനിക്ക് മറ്റേ വർഗീസ് എന്നുള്ള പേരായിരുന്നു താല്പര്യം. അത് പിന്നെ ഉറിയടി തൊട്ട് പിന്നെ ആ ഒരു പേര് തന്നെ അങ്ങ് യൂസ് ചെയ്ത് AJ വർഗീസ് എന്നുള്ള യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വർഗീസ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നിങ്ങളുടെ ആദ്യത്തെ പടത്തെക്കുറിച്ചാണ് ഇനി ചോദിക്കാനുള്ളത്. അടികപ്പ്യാരെ കൂട്ടമണി എന്നാണ് ഈ വലിയ റൗണ്ടിൻ്റെ പേര്. അടികപ്പ്യാരെ കൂട്ടമണിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ. എല്ലാവർക്കും അറിയേണ്ട കാര്യം, അടികപ്പ്യാരെ കൂട്ടമണിക്ക് സെക്കൻഡ് പാർട്ടുണ്ടോ? ശരിക്കും പറഞ്ഞത് സെക്കൻഡ് പാർട്ട് എന്നുള്ളൊരു ആലോചന ആദ്യമൊന്നും ഇല്ലായിരുന്നു. എനിക്കില്ലായിരുന്നു, അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ടൈലൻറ്റിൽ നമ്മളങ്ങനെ ഒരു സംഭവം ചുമ്മാ വെച്ചു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് ഒന്നാമത് എനിക്ക് ഈ പറയുന്ന പോലെ സീക്വൽസിനോട് നമുക്ക് എനിക്ക് പേഴ്സണലി അത്ര ഒരു താല്പര്യമില്ല. കാരണം ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റിനോട് നീതി പുലർത്തുന്ന രീതിയിൽ അതിന് മേളിലോ അല്ലെങ്കിൽ അതിനൊപ്പമെങ്കിലും നിൽക്കുന്ന സിനിമകൾ ചെയ്യണം സീക്വൽസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും നല്ല സബ്ജക്റ്റ് വേണം ആ രീതിയിൽ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു ചിന്തയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതിനുള്ളൊരു സബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടും ഇല്ലായിരുന്നു. കപ്പിയാർ നിർത്തിയെടുത്തെന്ന് വെച്ചിട്ട് നമുക്കൊരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അധിഷ്ഠലക്ഷ്മിയുടെ വീട്ടിലകപ്പെട്ടു പോകുന്നുള്ള രീതിയിലാണ് ഭാനുപ്രസാദാണ് വെച്ചിരിക്കുന്നത്. അവിടുന്ന് ആൺകുട്ടിക്ക് പുറത്ത് ചാടാൻ വലിയ പ്രയാസമൊന്നുമില്ല. അത് വെച്ച് നമുക്ക് ഒരു സെക്കൻഡ് സീക്വൽ വെക്കാനും ബിൽഡ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ അവരുടെ 10 വർഷമായി, അവരുടെ പ്രായവും കാര്യങ്ങളെല്ലാം മാറി. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും നല്ലൊരു സബ്ജക്റ്റ് കിട്ടണം. ഇപ്പോൾ ഒരു ചെറിയൊരു ലീഡ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അന്ന് പ്ലാൻ ചെയ്തെല്ലാം പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ അത് വിദൂരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിലവിൽ അങ്ങനെ വലിയ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സെക്കൻഡിനുള്ള ഒരു ഇതില്ല. പിന്നെ ഈ പറഞ്ഞൊരു ത്രെഡ് ഡെവലപ്പ് ചെയ്ത് എന്തെങ്കിലും ഭാവിയിൽ നടന്നാൽ ഓക്കെ. ഇപ്പോൾ ബെസ്റ്റായിട്ടുള്ള നല്ലൊരു ത്രെഡ് കിട്ടിയതാണ്, ഒരു നല്ല സാധനം കൊണ്ട് നോക്കാം. ഒരുപാട് കഥകൾ അതിൻ്റെ ഇടയിൽ കേട്ടായിരുന്നു. ധ്യാൻ തിരക്കഥ എഴുതുന്നു, അഹമ്മദ് കബീർ ഡയറക്റ്റ് ചെയ്യുന്നു, തമിഴിലേക്ക് പോകുന്നു. അങ്ങനെ പല കഥകളും ഞങ്ങൾ കേട്ടായിരുന്നു അടികപ്പ്യാരെ കൂട്ടമണിയെക്കുറിച്ച്. അതൊക്കെ ഉള്ളതായിരുന്നു? അല്ല, തമിഴിലൊക്കെ റീമേക്ക് ഓൾറെഡി ചെയ്തു. തമിഴും തെലുങ്കും തമിഴ് കന്നഡ തെലുങ്കെല്ലാം റീമേക്ക് ഓൾറെഡി അത് കപ്പ്യാർ ചെയ്തു. പിന്നെ ധ്യാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് പ്രോപ്പറായിട്ട് അതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. അവർ അതിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് നടത്തുന്നുണ്ടായിരുന്നു ചെയ്യാനുള്ള പരിപാടി. പക്ഷേ ഇപ്പം നിലവിലെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അടികപ്പ്യാരെ ഷൂട്ട് ടൈമിലാണ് ആട് 2-നെ കുറിച്ച് അവർ ആലോചിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളതാണോ? ശരി. ആ സമയത്ത് ഇങ്ങനെ അവർ ഡിസ്കഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് ആട് കഴിഞ്ഞിട്ടാണ് കപ്പ്യാർ വരുന്നത്. അപ്പോൾ ആടിൻ്റെ ആ ഒരു ഹാങ് ഓവർ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ രീതിയിൽ നല്ല അങ്ങനത്തെ ഒരു പടം ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു പരിപാടികളൊക്കെ. പിന്നെ ഞാൻ കേട്ടൊരു കാര്യം, അടികപ്പ്യാരിൽ ആദ്യം ഹൊറർ ഉണ്ടായിരുന്നില്ല, പിന്നീട് അത് ആഡ് ചെയ്തതാണെന്ന്. അങ്ങനെയായിരുന്നു? ഹൊറർ എലമെൻ്റ് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഹൊറർ എലമെൻ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് കാണിക്കുന്ന ആ യക്ഷിയുടെ ഫേസ് മാത്രമേ നമ്മൾ ഒന്ന് ഷൂട്ടിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങനെ അതൊരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു. അത് ഡയറക്റ്റ് കാണിക്കണമോ, കാരണം ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി അതിനകത്ത് തന്നെ ചെയ്തിരുന്നതാണ്. അതായത് ഹൊറർ എലമെൻറ്റ് തന്നെ വെച്ചിട്ട് തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തതും കാര്യങ്ങളും എല്ലാം. അതായത് ഈ
ഈ അവസാനത്തെ ഓജോ ബോർഡ് നമ്മൾ കളിച്ച് ഈ യക്ഷിയെ പുറത്തിറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീക്വൻസ് നമ്മൾ കംപ്ലീറ്റ്ലി ഞങ്ങൾ കോളേജിൽ ചെയ്ത കാര്യമാണ്. എന്താ മാറിവാനിയസ് കോളേജിൽ ഞങ്ങൾ പഠിച്ചിരുന്നത്. ഞങ്ങൾ അങ്ങനെ കുറച്ച് ഒരു ഫ്രണ്ട്സ് സർക്കിളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ വന്ന സമയത്ത് ഇതേപോലെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തെറിച്ചിരിക്കുന്ന സമയമാണല്ലോ, രാത്രി എന്ത് ചെയ്യുക, രാത്രിയാണല്ലോ ഞങ്ങളുടെ ദിവസം തുടങ്ങുന്നത് ഞങ്ങൾ. അപ്പോൾ എന്തൊക്കെ കുരുത്തക്കേടുകൾ ഒപ്പിക്കുക, എന്തൊക്കെ ചെയ്യുക, എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റ്സ് ചെയ്യുക എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും പ്ലാൻ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയ ആ സമയത്ത് ഒരു ഫാഷൻ ആണല്ലോ ഓജോ ബോർഡ് കളിക്കുക, പരിപാടികൾ ചെയ്യുക. അങ്ങനെ ചുമ്മാ തമാശയ്ക്ക് കളിച്ചു തുടങ്ങി. ഇതങ്ങ് സീരിയസ് ആയി മീൻസ് എന്തുവാ, പലരും വിശ്വസിച്ചു ശരിക്കും യക്ഷി വന്നു, ഹോസ്റ്റലിൽ യക്ഷി വന്നു എന്നുള്ളൊരു വിശ്വാസം തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളൊരു 4-5 പേര്, ഇപ്പോൾ അവരൊക്കെ ഫിലിം ഫീൽഡിലുള്ള, ഞാൻ ജെമിൻ, സജിത്ത്, മോഹന്, പിന്നെ അലക്സ് എന്ന് പറഞ്ഞ ഫ്രണ്ടുണ്ട്, ടിനി, കുറച്ച് ഫ്രണ്ട്സുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ സിനിമയിൽ എന്താണോ കാണിച്ചത് അതേപോലെ അലക്സ് എന്ന് പറഞ്ഞ ആൾ ഇരുന്ന് ഓജോ ബോർഡ് കളിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഈ പറയുന്ന പോലെ ഫേക്കായിട്ട് അറ്റ് എ ടൈം പലയിടത്തും ഈ ഹോസ്റ്റലിലുള്ള എല്ലാ മുറികളും ഈ പറഞ്ഞ ചോര തെറിപ്പിക്കുക, തീ കത്തിക്കുക, തൊട്ടപ്പുറത്ത് വാഴത്തോട്ടമാണ്, വാഴ വെട്ടി മണ്ടയ്ക്ക് ഇടുക, അങ്ങനെ വെള്ളം ചീറ്റിപ്പിക്കുക. എല്ലാവരുടെയും ഈ കൊതുക് കയറാതിരിക്കാനുള്ള വലയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇപ്പോൾ അവിടെ എല്ലാം സ്പ്രേ അടിച്ച് വെക്കും, എന്നിട്ട് ആരും കാണാൻ കത്തിക്കും, നിന്ന് ഹെൽപ്പിൽ ഹോസ്റ്റലിൽ കത്തിക്കുക. അങ്ങനെയൊക്കെയുള്ള പരിപാടി നമ്മൾ ഹോസ്റ്റലിൽ ഫസ്റ്റ് ഇയറിൽ ചെയ്ത പരിപാടിയാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് നമ്മൾ ഹോസ്റ്റലിൽ വെച്ച് തന്നെയാണ് ഈ പറയുന്ന കപ്പ്യാരുടെ ഐഡിയയും കിട്ടുന്നത്. അടികപ്പ്യാരെ കൂട്ടമണി എന്നുള്ള സബ്ജക്റ്റ് കിട്ടുന്നതും ഇതേപോലെ ഹോസ്റ്റലിൽ. ഇപ്പോൾ സിനിമയെ കാണിച്ചതുപോലെ എന്താ പറയുന്നത്, മറ്റേ ധ്യാനായാലും നമിതയായാലും ഈ ഹോസ്റ്റലിനകത്തേക്ക് കയറുന്നത് ജനലിൻ്റെ കമ്പി അറുത്ത് കയറുന്ന പരിപാടി ഉണ്ടല്ലോ. ഇത് ഞങ്ങൾ അതായത് കപ്പ്യാരിൽ കാണിച്ചതിൻ്റെ ഒരു 3/4 ഭാഗവും നമ്മൾ അവിടെ ഹോസ്റ്റലിൽ ചെയ്തതൊക്കെ തന്നെയാണ്. ബാക്കി പറഞ്ഞ പെണ്ണിനെ കയറ്റിയതൊക്കെ നമ്മൾ ഇമാജിനേഷൻ പരിപാടി കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ കോളേജ് കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്ത് പിന്നെ ഫസ്റ്റ് പടം ചെയ്യാമെന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ ഇന്ന് ഈ സബ്ജക്റ്റ് തന്നെ എടുക്കാം എന്നുള്ള രീതിയിൽ അത് എഴുതി തുടങ്ങി. അങ്ങനെ എഴുതി വന്നപ്പോഴാണ് ആദ്യം പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ, ഈ പെൺകുട്ടി കയറിയതിന് ശേഷം ഇവളെ പുറത്തിറക്കാൻ ഇവർ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്, എല്ലാം പരാജയപ്പെടുന്നു. അവസാനം നമ്മൾ ഇത്ര ആഗ്രഹിച്ചെന്നുള്ളൂ. പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ അത്രയും നാൾ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് പുറത്തിറക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട് അവസാനം എല്ലാവരുടെയും മുന്നിൽ കൂടെ ഇവളെ പുറത്തിറക്കിക്കൊണ്ട് പോകണം. അതായിരുന്നു പ്ലാൻ. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ചപ്പോഴാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു ഹൊറർ എലമെൻറ്റ് ഇങ്ങനെ കൊടുത്തിടാം. സിനിമയിൽ മൊത്തം ഇങ്ങനെ ഹൊറർ എലമെൻറ്റ് അവിടെ യക്ഷിയുണ്ട്, അല്ലെങ്കിൽ യക്ഷിയുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നു, ഒരു അമ്മച്ചി മണി കളിക്കുന്നതൊക്കെ ആ രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ വന്നതാണ്. അങ്ങനെ ഹൊറർ എലമെൻറ്റ് പ്ലേസ് ചെയ്ത് ലാസ്റ്റിൽ ഇവളെ യക്ഷി എന്നുള്ള രീതിയിൽ, പ്രേതം എന്നുള്ള രീതിയിൽ ഇവളെ എല്ലാവരുടെയും മുന്നിൽ കൂടെ ഇറക്കിക്കൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഇതേ സെയിം ഞങ്ങൾ കളിച്ച ഈ ഒരു ഓജോ ബോർഡ് സീക്വൻസ് ഫുള്ളി അങ്ങോട്ടങ്ങ് ക്ലൈമാക്സിലേക്ക് പ്ലേസ് ചെയ്യാം എന്ന രീതിയിൽ അങ്ങനെ പ്ലേസ് ചെയ്ത് ആ രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടാണ് ആ ഒരു ക്ലൈമാക്സ് ബിൽഡ് ചെയ്ത് എടുത്തത്. അപ്പോൾ ഹൊറർ എലമെൻറ്റ് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഫേസ് കാണിക്കുന്നത് മാത്രമാണ് ഓക്കെ, അതൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഫേസ് എക്സ്ട്രാ ആയിട്ട് കാണിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയെന്ന്. പിന്നെ വിചാരിച്ചു ഓക്കെ ഫേസ് കാണിക്കാം എന്നുള്ളത്, പിന്നെ അത് കാണിച്ചത്. റിയൽ ബിജുക്കൂട്ടൻ്റെ ക്യാരക്ടർ ഉള്ളതാണോ, ഹോസ്റ്റലിലുള്ളതാണോ? ഹോസ്റ്റലിലുണ്ട്. അതായത് 2 പേരുടെയും കൂടെ ചേർത്തിട്ടുള്ളതാണ് ബിജുക്കൂട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ശരിക്കും ശാന്തപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, പിന്നെ റെജി എന്ന് പറഞ്ഞ ഒരാളുമുണ്ട്, 2 സ്റ്റാഫുകളുടെ. അപ്പോൾ ശാന്തപ്പൻ്റെ പേരും റെജിയുടെ ഒരു ലുക്കും വെച്ചിട്ടാണ് നമ്മളെ ബിജുക്കൂട്ടൻ ചേട്ടൻ്റെ ശാന്തപ്പൻ ക്രിയേറ്റ് ചെയ്തത്. പടം കണ്ടിട്ട് അവർ വിളിച്ചായിരുന്നു അന്ന്? പിന്നെ അല്ല, ഞങ്ങൾ കോളേജ് ഹോസ്റ്റലിൽ പോയിട്ട് എല്ലാവരും പോയി കാണും. ഞങ്ങൾ റിലീസ് ചെയ്തിട്ട് ആ സമയത്ത് മാറിവാനിയസ് കോളേജിലെ ആർട്സ് ക്ലബിൻ്റെ ഇനോഗ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരോടും ഞങ്ങൾ അവരെല്ലാവരും പോയി കണ്ടു, ഹോസ്റ്റലെല്ലാം പോയി കണ്ടു, സംസാരിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് വരാറുണ്ട്, ഇന്നാണ് അടികപ്പ്യാരെ കൂട്ടമണി പോലെയുള്ള ഒരു കോമഡി ഹൊറർ സിനിമ വരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻറ്റ് വരാറുണ്ട്. ഇതൊക്കെ കാണാറുണ്ട്. സന്തോഷമുണ്ട്. കാരണം സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വർഷമായിട്ടും ഇതിങ്ങനെ ആളുകളുടെ ഇടയിൽ മനസ്സിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു സത്യം ഭാഗ്യമാണ്. നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ ഹിറ്റാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വർഷം ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. ഉല്ലാസ കായിക പാട്ട് ഒരു രാത്രി ഫുൾ ഷൂട്ട് ചെയ്തു. അതെ. അതായത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല അടിപൊളി പാട്ടായിരുന്നു. അത് നമ്മൾ പ്രോപ്പറായിട്ട് അല്ലാത്ത രീതിയിൽ നമ്മൾ പ്രോപ്പർ സെറ്റ് വർക്കൊക്കെ ഇട്ട് നമ്മൾ ഒരു 2-3 ദിവസമൊക്കെ എടുത്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരുന്ന ഒരു പാട്ടായിരുന്നു. പക്ഷേ നമുക്ക് അന്നത്തെ കുറച്ച് ഇഷ്യൂ അല്ലെങ്കിൽ പറയുന്ന പോലെ ഡേറ്റിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളും പ്രശ്നങ്ങളും പിന്നെ ബജറ്റ് പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ട്. എല്ലാം കാരണം നമുക്ക് അവസാനം വന്ന് ഒറ്റ ദിവസം
കിട്ടിയുള്ളൂ. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് പാട്ട് ക്യാൻസൽ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓൾറെഡി ഒരു പാട്ട് നമ്മൾ ഓൾറെഡി ക്യാൻസൽ ചെയ്തിരുന്നു. കാരണം വേറൊരു നല്ലൊരു പാട്ടുണ്ടായിരുന്നു, ഒരു അടിച്ചുപൊളി ഒരു ഫാസ്റ്റ് നമ്പർ സോങ് ഓൾറെഡി ഉണ്ടായിരുന്നു. അത് ഷാൻറോം അടിപൊളി പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പടം പ്ലാൻ ചെയ്തപ്പോഴേ ആദ്യം ആ ഒരു പാട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്തൊരു സ്ഥലമായിരുന്നു. കാരണം അവരുടെ ടെറസിലെ വെള്ളവടി സമയത്ത് എല്ലാവരുടെ മേളിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പാട്ട്, ഒരു നല്ല ഡാൻസ് നമ്പർ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം മഴയായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന ദിവസങ്ങളെല്ലാം ആ പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോഴെല്ലാം മഴ. സീൻ എടുക്കാൻ നേരത്ത് കുഴപ്പമില്ല, അപ്പോൾ പിന്നെ പാട്ട് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ മഴ. അങ്ങനെ വേറെ സങ്കടത്തോടു കൂടി തന്നെ ആ പാട്ട് ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ചെറിയ 1-2 പോർഷൻ ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊരു പാട്ടും കൂടെ നമുക്ക് കളഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലെന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോഴൊക്കെ എന്നാൽ പിന്നെ സിംഗിൾ ടേക്കിൽ ഒരു ദിവസം കൊണ്ട് സിംഗിൾ ടേക്കിൽ എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റിഹേഴ്സൽ വിത്ത് എല്ലാം ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി റിഹേഴ്സൽ, കോസ്റ്റ്യൂം റിഹേഴ്സൽ, എല്ലാ കാര്യങ്ങളും റിഹേഴ്സൽ ചെയ്തിട്ട് വൈകുന്നേരം തൊട്ട് ടേക്ക് പോയി. 17 ടേക്ക് കണ്ടു, 17ാമത്തെ ടേക്കാണ്. വൈകുന്നേരം 6 മണി തൊട്ട് ടേക്ക് പോയി അടുത്ത ദിവസം വെളുപ്പിനെ 6 മണിക്കാണ് ഓക്കെ ടേക്ക് കിട്ടുന്നത്. എല്ലാവരും വെള്ളത്തിൽ കുളിച്ചൊരു പരിവായിരുന്നു, ഭയങ്കരമായിരുന്നു. പക്ഷേ അത് ആർട്ടിസ്റ്റുകളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അവരെ സമ്മതിക്കണം. കാരണം ഇത്രയും നേരം അവർ റിഹേഴ്സലും അവർ ഇത്രയും അനുസരിച്ച് ടേക്കും പോകുന്നു, അവരുടെ ടോട്ടൽ ക്രൂ എല്ലാം അനുസരിച്ച്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും ഡ്രസ്സ് മാറുന്നുണ്ട്, ക്യാമറ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല പരിപാടികളും എല്ലാം ഉണ്ട്. ഓപ്പറേറ്റ് ക്യാമറ പുള്ളിയുടെ നടുവൊക്കെ പോയി, പുള്ളി സ്റ്റഡി ക്യാം വെച്ചുകൊണ്ടൊക്കെ ചെയ്തത്. എന്നിട്ട് രാവിലെ 6 മണിയാണ് പോയത്. 6 മണിക്ക് പോയി കിടന്നിട്ട് അപ്പം തന്നെ 2 മണിക്കൂർ 8 മണിക്ക് ഞങ്ങൾ വീണ്ടും തിരിച്ച് വന്നിട്ട് അടുത്ത ഷൂട്ട് തുടങ്ങി. അടുത്ത ദിവസത്തെ പരിപാടികളുണ്ടായിരുന്നു. അടുത്ത മൃഗങ്ങളുടെ ശബ്ദം ഹോസ്റ്റലിൽ അതെല്ലാവരും വളരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആയിരുന്നു അത്. അത് പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ ചെയ്തത്, അല്ലെങ്കിൽ പോലും അതിന് ഒരു സ്ക്രിപ്റ്റിങ് ചെയ്ത് വന്നത്. അത് കാരണം കപ്പ്യാർ എന്ന് പറയുന്നത് നോൺസെൻസാണ്. അതിലെന്ത് കോമഡി നോൺസെൻസ് വെച്ചാൽ വളിപ്പല്ലാത്ത രീതിയിൽ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് അതിനകത്ത് തന്നെ വേറെ 1-2 ക്യാരക്ടേഴ്സ് വേറെ ഉണ്ടായിരുന്നു, ഒരു സ്ക്രിപ്റ്റിങ്ങിലുണ്ടായിരുന്നു. പക്ഷേ അവസാനം നമ്മളത് വെട്ടിച്ചുരുക്കിയതാണ്. അത് ഇച്ചിരി ലെങ്ത് കൂടുതലാണെന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ 1-2 ക്യാരക്ടേഴ്സൊക്കെ എക്സ്ട്രാ നമ്മൾ ഓൾറെഡി ആദ്യം എഴുതിയ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ അത് വെട്ടി മാറ്റിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ വലുതായിരുന്നു, ആദ്യത്തെ കപ്പ്യാറുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ മാക്സിമം കോമഡി പരിപാടികൾ ചെയ്യുക. മൃഗങ്ങളുടെ ശബ്ദം എന്നൊക്കെ പറഞ്ഞു അതിനകത്ത് മുകേഷ് ഏട്ടൻ്റെ ആ ഒരു ഡയലോഗ് ആയപ്പോഴത്തേക്ക് മൃഗശാല എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഇവരുടെ എന്താ പറയുന്നത് കറക്റ്റ് സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക. കോമഡി എന്ന് പറയുന്നത് കറക്റ്റ് സിറ്റുവേഷൻ, അതിൻ്റെ കൂടെ നല്ല സ്ലാപ്സ്റ്റിക്കും കൂടെ ആണെങ്കിൽ നല്ല ആർട്ടിസ്റ്റ് കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതൊരു വേറെ ലെവലിൽ പോവും. കാക്കയുടെ ശബ്ദം നിങ്ങളായിരുന്നില്ലേ? അതെ. അപ്പോൾ അജുവിൻ്റെ ഇപ്പുറത്തിരുന്ന് സിഗ്നൽ കൊടുക്കുന്നത്, കാക്കയുടെ സൗണ്ട് കൊടുക്കുന്നത് അത് ഞാനാണ് ചെയ്യുന്നത് ആ സമയത്ത്. അത് ആക്ച്വലി ഞാൻ ചെയ്യാൻ വേണ്ടി ഇരുന്നതല്ല, വേറൊരാൾക്ക് വെച്ചിരുന്ന ഒരു റോളായിരുന്നു. പക്ഷേ ആ സമയത്ത് പുള്ളിക്ക് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഈ സീൻ നേരത്തെ കയറി വന്നു, ഒരു ദിവസം നേരത്തെ മുന്നേ കയറി വന്നു. അത് ഞങ്ങൾക്ക് വേറെ സീൻ എടുക്കാനും ഇല്ല. ആ സമയത്ത് ഈ പുള്ളിയെ വിളിച്ചപ്പോൾ അവന് വരാനും പറ്റുന്നൊരവസ്ഥയല്ല. അപ്പോൾ പിന്നെ ഓക്കെ എന്നാൽ പിന്നെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കയറി ചെയ്തത് തൊട്ട് ഇവരുടെ സിഗ്നൽ കൊടുക്കുന്ന സീൻ. കാക്കക്ക് നമ്മൾ തന്നെയാണോ ഡബ് ചെയ്തത്? വേറെ ആർക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്? ഇല്ല, അത്രേ ഉള്ളൂ. ആ ഇൻട്രോൾ പഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെ ഓടിയിട്ട് ശരിക്കും അത് അമിതാഭ് പ്രമോദ് തന്നെ ആയിരുന്നില്ലേ? തിരിയുമ്പോൾ ഞങ്ങളെ പറ്റിച്ചല്ലേ? അതെ ആണോ? അതുവരെ കൊണ്ടുപോയത് നമിത തന്നെയാണ് ലാസ്റ്റ് വന്നിട്ട്. കാരണം നമ്മൾ രണ്ടുപേരുടെ ബോഡിയുടെ ഇതുണ്ടല്ലോ, ഫിസിക്കൽ ഇത് ചിലവർക്ക് കാണുമ്പോൾ ചിലപ്പോൾ ആണിൻ്റെ ഒരു ഫിഗർ വിനീതല്ലോ അത് ചെയ്തത്. അപ്പോൾ ആദ്യം കുറേ എന്താ വൈറ്റ് ഷോട്ടിലൊക്കെ വെക്കുമ്പോൾ ഈ പറയുന്ന പോലെ വെച്ചിട്ട് ബാക്കി ലാസ്റ്റ് ഷോട്ടിൽ മാത്രമേ മെയിനായിട്ട് തിരിയുന്ന സമയത്ത് മാത്രമേ വിനീതിൻ്റെ വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞില്ല റിഹേഴ്സലൊക്കെ പറഞ്ഞിട്ട്. 2-3 ആൾക്കാരുടെ പേര് ഞാൻ പറയാം, ഓക്കെ. അവരുമായിട്ടുള്ളൊരു കണക്ഷൻ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ. അടികപ്പ്യാരയിലും ഉറിയടിയിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് അജു വർഗീസ്. ആ പുള്ളി നല്ല പുള്ളിയോട് വർക്ക് ചെയ്യാനൊക്കെ വളരെ സുഖമാണ്, നല്ല സുഖമാണ്. ഭയങ്കര അജു പറഞ്ഞ കപ്പ്യാരിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര നമുക്ക് സപ്പോർട്ടീവായിരുന്നു. പുള്ളി നമുക്കങ്ങ് വിട്ടു തരുമായിരുന്നു, എന്തോ ചെയ്യണം, ഞാൻ എന്തോ ചെയ്യേണ്ടത് നീ പറ എന്നുള്ളത്. കാരണം നമുക്ക് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കിട്ടുമ്പോൾ നമുക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലരുണ്ട് ഈ പറയുന്ന പോലെ ഇങ്ങനെ തലവേദന സജഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ, നമ്മുടെ ക്യാരക്ടർ ഇത് പറയും, ക്യാരക്ടറൊക്കെ വിട്ടിട്ടൊക്കെ ഓരോരുത്തർ നോക്കുക ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ പറയും. നമ്മൾ മാക്സിമം പറഞ്ഞു കൊടുക്കും. ചില സമയത്ത് നമ്മുടെ ഒരു പിരിവെട്ടും.
പക്ഷേ പുള്ളി അങ്ങനെ ഒന്നുമില്ല. പുള്ളി വളരെ ഞാൻ എന്താ ചെയ്യേണ്ട പറ, ഓക്കെ ഇങ്ങനെയാണ്, ഓക്കെ ആ രീതിയിൽ പുള്ളി മാക്സിമം അടിപൊളി ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറിയടിയിലായാലും പുള്ളി വളരെ കംഫർട്ടാണ് പുള്ളിയോട് വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. 2 ബിജുക്കുട്ടൻ. അയ്യോ ബിജുക്കുട്ടൻ ചേട്ടൻ. ശാന്തൻ ആദ്യം ബിജുക്കുട്ടൻ തന്നെയായിരുന്നു. ആദ്യം 1-2 ഓപ്ഷൻസ് പോയായിരുന്നു. ഈ പറഞ്ഞ പോലെ ധർമ്മജൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള 1-2 ഓപ്ഷൻസൊക്കെ പോയായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ചില ക്യാരക്ടേഴ്സ് അവസാനം വരേണ്ടവർക്കേ അത് വരത്തുള്ളൂ, കറക്റ്റ് ആൾക്കാരിലേക്ക് അത് എത്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ബിജുക്കുട്ടൻ ചേട്ടൻ വന്നത്. ആ ക്യാരക്ടർ ബിജുക്കുട്ടൻ ചേട്ടൻ ചെയ്തത് കൊണ്ടാണ് അത്രയും വൻ രീതിയിൽ ഒരു ഇത് വന്നത്. ശാന്തപ്പൻ എന്നുള്ള ക്യാരക്ടറും പിന്നെ അതിൻ്റെ ആ തമിഴ് പറയുന്ന സംഭവം, പിന്നെ ആ പാട്ട് ടെറസിലിരുന്ന് നമ്മൾ അപ്പോൾ ഈ പറയുന്ന പോലെ ഓൾറെഡി ആ ടെറസിലെ പാട്ട് കട്ടായി, ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ ആലോചിക്കും അവിടെ എന്തെങ്കിലും ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വേണം, അല്ലെങ്കിൽ വളരെ പ്ലെയിനായിട്ട് പോയി നോർമൽ വെള്ളപടിയ സീനായിട്ട് അങ്ങ് തീരുന്നൊരു പരിപാടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിൽ ഇങ്ങനെ ഒരു സാധനം. അപ്പം ഞാൻ റെഫറൻസ് ചുമ്മാ ആലോചിച്ചപ്പോഴും എന്താ പറയുക, പഴയ ഒരു തൂവൽ സ്പർശം ഏതോ ഒരു പടം, മറ്റേ 10 റാക്ക ശർക്കരയ്ക്ക് 10 പറ തേങ്ങാവെള്ളം മൊത്തമായി കലക്കി വെച്ച കോടയുണ്ടാകുന്ന പറഞ്ഞ മുകേഷ് ചേട്ടന്, സായികുമാർ ചേട്ടന്, പിന്നെ ഒരു സിനിമയുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ ഇങ്ങനെ കൊള്ളായിരുന്നു ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ബിജുക്കുട്ടൻ ചേട്ടൻ വന്നിട്ട് ഇങ്ങനൊരു സാധനമുണ്ട്, എന്താ യേശു വെറും ഭാവദാസ് ഭയങ്കര സാധനം, അതിങ്ങനൊരു സാധനമുണ്ട്, ഞാൻ പാടട്ടെ. ഞാൻ പറഞ്ഞു പാടിക്കോ, ചോദിക്കണ്ട, കാരണം നമ്മൾ ആലോചിച്ച സാധനം തന്നെ അത് തന്നെ പുള്ളി ഒന്ന് പറയുന്നു. ഭയങ്കര എക്സൈറ്റഡ്, ഭയങ്കര എക്സൈറ്റഡ് ആയി. ഓക്കെ അത് നല്ല സാധനമാണ്, പാടിക്കോ, എടുത്തോ, നമുക്കത് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി ഒന്ന് കൈ നിട്ട് കാച്ചിയ സാധനമാണ് അത്. യേശു വെറും ഭയങ്കര സാധന. ഇങ്ങനെ വേറെ ധ്യാനൊക്കെ കൈ നിട്ടായിരുന്നു അന്ന്. ഞാൻ മറ്റേ ബ്രൂണോ സിറ്റ് എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കൈ നിറച്ചും അത് മുകേഷ് ചേട്ടനാണ്. ഈ പറയുന്ന പോലെ അയ്യോ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ വിളച്ചെടുക്കുക, അത് പല കാര്യങ്ങളും. അതായത് ഡബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്നു. കാരണം പുള്ളി എനിക്ക് തോന്നിയ കാര്യമാണ്. അതായത് പുള്ളി അഭിനയിക്കുമ്പോൾ തന്നെ, അത് പല സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ട്, തോന്നിയതാണ്. അവർ അഭിനയിക്കുമ്പോൾ തന്നെ ഡബ് ചെയ്യാനുള്ളൊരു പോർഷനും കൂടെ ഇട്ടിട്ടായിരിക്കും അവർ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ നമ്മൾ അഭിനയിച്ച സമയത്ത് പുള്ളി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷേ ഡബ്ബിങ്ങിന് വന്നപ്പോഴത്തേക്ക് പുള്ളി പല സ്ഥലങ്ങളിലും പുള്ളി അങ്ങ് ഫില്ല് ചെയ്യുന്നതിനൊക്കെ എന്തോ കുറേ സാധനങ്ങളുണ്ട്, കപ്പിയാലും കുറേ സാധനങ്ങളുണ്ട്. പുള്ളി അതൊക്കെ നമ്മൾ കണ്ട്, കാരണം അതൊരു എക്സ്പീരിയൻസിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. പുള്ളിയുടെ കുറേ സാധനങ്ങൾ ഇമ്പ്രവൈസ് ചെയ്ത് കൈ നിട്ട്, പിന്നെ മറ്റേ അന്തസ് വേണോടാ അന്തസ്, അത് പിന്നെ ഓൾറെഡി നമ്മൾ സ്ക്രിപ്റ്റഡ് ആയിരുന്നു. എന്താ ആ സമയത്ത് ഈ പ്രശ്നം പുള്ളി എന്താ പറഞ്ഞത്, ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ മടിച്ചെന്ന് പറയുന്നത്, ചേട്ടാ ഇതുപോലെ ഇങ്ങനെ ഒരു സാധനമുണ്ട്, അന്തസ്സനോടാ നമ്മളൊരു ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ പറയാമോ, അത് കുഴപ്പം ഞാൻ പറഞ്ഞോളെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി വളരെ ഓപ്പണായിട്ട് വളരെയായിട്ട് പുള്ളി സപ്പോർട്ട് ചെയ്ത് നിന്നു ഭയങ്കരമായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കപ്പ്യാരെന്ന് പറയുന്ന സിനിമ ഒരു 80-90% സ്ക്രിപ്റ്റഡ് തന്നെയാണ്. അതിൻ്റെ ഡയലോഗ്സ് ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളായാലും നമ്മൾ ഓൾറെഡി വെൽ റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനകത്ത് ഈ ആർട്ടിസ്റ്റുകൾ ഇതുപോലെ ചെറിയ ഇമ്പ്രവൈസേഷൻസ്, ഈ പറഞ്ഞ പോലെ ബിജുക്കുട്ടൻ ചേട്ടൻ്റെ ആയാലും മുകേഷിൻ്റെ ആയാലും കുറച്ച് നല്ല ഇമ്പ്രവൈസേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബാക്കി കൂടുതൽ ഈ പറഞ്ഞ പോലെ പക്ക ഒരു വെൽ റിട്ടേൺ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റും ഡയലോഗ്സ് എല്ലാം റിട്ടേൺ ആയിരുന്നു. ഇപ്പോഴത്തെ ധ്യാനം നമുക്ക് എല്ലാവർക്കും അറിയാം, തഗ്ഗടിക്കുന്ന ധ്യാനം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് അടികപ്പ്യാരുടെ സെറ്റിൽ എങ്ങനെയായിരുന്നു ധ്യാൻ? അല്ല ഇത്ര ഇല്ലായിരുന്നെങ്കിൽ പോലും ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പിന്നെയാണ് അങ്ങോട്ട് പുള്ളി തഗ്ഗിൻ്റെ ഒരു ഉസ്താദായിട്ട് മാറിയത്. അന്ന് കൗണ്ടറൊക്കെ എടുക്കുമായിരുന്നു. ചെറിയ രീതിയിലൊക്കെ കയറി വരുന്ന സമയം അല്ലായിരുന്നു. അതുകൊണ്ട് ഒരു ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. വലിയ നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഇതിനകത്ത് പുള്ളി ആ കപ്പ്യാർ ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ പുള്ളി ആണ് ഹീറോ, മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാലും ബാക്കിയുള്ളവർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ പറയുന്നത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴായപ്പോലും നമ്മളിപ്പോൾ കഥ കിടക്കുന്നതെന്ന് പറയുന്നത് ഒരു ഹോസ്റ്റലിലാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനകത്ത് ഈ പറയുന്ന പോലെ ഒരാൾ വലുത് ഒരാൾ ചെറുതെന്നൊന്നും ഇല്ലല്ലോ. നമ്മൾ ഒരാൾ കയറി ഹീറോ കളിക്കാനും പോകാൻ പറ്റത്തില്ല, കളിച്ചാൽ മറ്റവന്മാർ അടിച്ചതാക്കും, റിയൽ ഫ്രണ്ട്സ് എന്നുള്ള ഗ്രൂപ്പിൽ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ സ്ക്രീൻ സ്പേസ് ആയാലും ഡയലോഗ്സ് ആയാലും എല്ലാ കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ ചിലവർക്കത് ഈഗോ അടിക്കാം, കാരണം എന്നെക്കാട്ടിൽ അവൻ കയറി ചിലപ്പോൾ സ്കോർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പുറത്തെ ഇവൻ കയറി സ്കോർ ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് സ്മൂത്തായിട്ട് അത് ചെയ്യാനും പറ്റിയത്. കാരണം ഈ പുള്ളി ആ രീതിയിൽ നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യായിട്ട് പുള്ളി തന്നെ ചിലതൊക്കെ പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരിതായിരുന്നു. നിങ്ങളെ പടത്തിലെ ക്യാരക്ടറിൻ്റെ പേരൊക്കെ ആരാണ് ചൂസ് ചെയ്യുന്നത്? നമിതയുടെ അടികപ്പ്യാരുടെ ക്യാരക്ടർ, ഉറിയടിയിലെ ഇന്ദ്രൻസിൻ്റെ പേര് അല്ലേ? അതെ അതെ. ആ പേരൊക്കെ ആരാ ഇടുന്നത്?
അത് എല്ലാവരും എന്തോ കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് പേരുകൾ കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ അടികപ്പേരിനകത്ത് ഈ പറയുന്ന പോലെ ഇത് തമിഴ് ക്യാരക്ടർ കൊടുത്തത് തന്നെ ഞങ്ങൾക്ക് മണിച്ചിത്രത്താഴിൻ്റെ ഒരു സ്പൂഫ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആയിരുന്നു. കാരണം ആദ്യം ഇത് തമിഴിന് വേണ്ടിയിട്ടായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ അതിനകത്ത് ചന്ദ്രമുഖി പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് അത് ആ ക്യാരക്ടർ തെലുങ്ക് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ അകത്ത് കിടന്ന് തെലുങ്കിൽ പറയുന്നു. അപ്പോൾ മലയാളത്തിലേക്ക് പിന്നെ അത് നമ്മളത് മാറ്റിക്കഴിഞ്ഞപ്പോൾ മെയിനായിട്ട് നമ്മൾ അകത്ത് കിടന്ന് ഒരാൾ ഈ ഉറക്കത്തിൽ കിടന്ന് പിച്ചും പെയ്യും പറയുന്നു, അത് പുറത്തു നിന്ന് ആൾ ഇത് കേട്ടിട്ട് യക്ഷിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് ശാന്തപ്പൻ തെറ്റിദ്ധരിച്ച് ഓടുന്നു. ഇതൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കോമഡി അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലും കോമഡി എലമെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും എന്നിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കാണ് അതിന് അവിടെ കിടന്ന് തമിഴിൽ പറയണം. തമിഴിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് മണിച്ചിത്രത്താഴിൻ്റെ ഒരു സ്പൂഫ് കൊണ്ടുവരാം. അപ്പോൾ ചുമ്മാ ഒരു മലയാളിയായിട്ടുള്ള ഒരു പെണ്ണ് ചുമ്മാ കിടന്ന് ഉറക്കത്തിൽ കിടന്ന് തമിഴ് പറയത്തില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴും ഓക്കെ, എന്നാൽ പിന്നെ ഒരു ഒരു മിക്സ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഒരു ഹാഫ് മലയാളി ഹാഫ് തമിഴത്തിൽ നിന്നുള്ള രീതിയിൽ ആ ക്യാരക്ടറിനെ മാറ്റിയത്. അപ്പോഴേ നല്ലൊരു പേര് വേണം. ഇതൊക്കെ കാരണം ഈ പടത്ത് ഒറ്റ പെണ്ണല്ലേ ഉള്ളൂ, ഒറ്റ മെയിൻ. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും അടിപൊളി കിടലം പേര് തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ ഇരുന്ന് ആലോചിച്ച് നമ്മുടെ ടോട്ടൽ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കൊന്നു അച്ചു ഈ പറഞ്ഞ അച്ചു തന്നെ പറയുന്നത് ഇങ്ങനെ തപ്പിയെടുത്ത ഒരു അധിഷ്ഠലക്ഷ്മി എന്ന് പറഞ്ഞ ഒരു പേര് ഒക്കെ കൊള്ളാം. അപ്പോൾ കേട്ടപ്പോൾ എല്ലാവരും ഓക്കെ, അടിപൊളി പേര്, അങ്ങനെ ഫിക്സ് ചെയ്തു. അത് വലിയൊരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ, ഒരു പേരും തന്നെയായിരുന്നു അത് അധിഷ്ഠലക്ഷ്മി. ശരിക്കും ഇത് അടികപ്പേര് ഫസ്റ്റ് തമിഴിൽ ചെയ്യാനായിരുന്നു പ്ലാൻ ഇട്ടത്? തമിഴിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. തമിഴിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം എഴുതിയിരുന്നത്. തമിഴിൽ ചെയ്യാം, പക്ഷെ അത് പിന്നെ നടന്നില്ല. നമ്മൾ ആദ്യം തമിഴിന് വേണ്ടിയിട്ട് ഫുൾ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നേ, പിന്നെ അത് നടന്നില്ല. അങ്ങനെ പിന്നെ മലയാളത്തിലേക്കൊന്നും വന്ന് തമിഴിൽ ഒരുപാട് ആൾക്കാരോട് പോയിട്ട് കഥ പറഞ്ഞായിരുന്നു. കുറച്ച് പേരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സമ്പത്ത് അല്ല, അതിൽ വേറെ വലിയൊരു ഞാൻ എപ്പോഴാണ് ഓർക്കുന്നത്, കാരണം വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് തമിഴിൽ ഈ സ്ക്രിപ്റ്റ് എഴുതി. പക്ഷെ നമുക്ക് തമിഴൊന്നും അറിയത്തില്ല, നമ്മൾ തമിഴും ടോട്ടലി അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഡയലോഗ്സ് എന്തായാലും തമിഴിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ നമ്മൾ ഇതേപോലെ വലിയൊരു എൻ്റെ ഒരു വലിയൊരു ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്ററാണ് അവിടുത്തെ ക്രേസി മോഹൻ എന്ന് പറഞ്ഞൊരു റൈറ്ററുണ്ട്. പുള്ളി മരിച്ചുപോയി. കമലഹാസൻ സാറിൻ്റെയൊക്കെ കോമഡി പടങ്ങളെല്ലാം പുള്ളിയുടെ ഡയലോഗ്സ് ആയാലും പുള്ളിയുടെ സ്ക്രീൻ വേറെ ലെവൽ സാധനങ്ങളാണ് പുള്ളിയുടെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പഞ്ചതന്ത്രം ആയാലും ഇപ്പോൾ തെന്നാലി ആയാലും ഔവേ ഷൺമുഖി ആയാലും അങ്ങനെ കുറേ സിനിമകൾ പുള്ളി എഴുതിയ സിനിമകളതൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പുള്ളിയെ തന്നെ ഇപ്പോൾ നമുക്ക് അപ്രോച്ച് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി കണ്ടു സംസാരിച്ചു. പുള്ളി ഓക്കെ പറഞ്ഞു, ഞാനിത് സ്ക്രിപ്റ്റ് എഴുതി തരാം എന്നുള്ള, അല്ലെങ്കിൽ ഡയലോഗ്സ് എഴുതി തരാം എന്നുള്ള രീതിയിൽ ഓക്കെയും പറഞ്ഞ് പോയതാ. പക്ഷേ പിന്നെ അത് നടന്നില്ല. പിന്നെ പ്രൊഡ്യൂസറൊക്കെ അത് മാറി കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ അത് പുള്ളിയെ മീറ്റ് ചെയ്യാനൊരു ഭാഗ്യമുണ്ടായി. അതിന് പകരം ഈ അച്ഛൻ്റെ ക്യാരക്ടർ നമ്മൾ ചെയ്യാൻ വേണ്ടി ക്യാരക്ടറുണ്ട് സമ്പത്ത്, പുള്ളിയൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ പുള്ളിയൊക്കെ കണ്ടിട്ട് പുള്ളിയൊക്കെ പറഞ്ഞു ഇരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ 1-2 പേരെയൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ അത് ഓക്കെ നടന്നില്ല. പിന്നെ നേരെ തിരിച്ചിങ്ങ് പോന്നു. നായിക ഒന്ന് പ്ലാൻ ചെയ്തായിരുന്നു? നായിക ഒന്ന് പ്ലാൻ ആയിട്ടില്ല. നമ്മൾ ഓരോ ക്യാരക്ടറോ അത് അവിടുത്തെ ഈ പറയുന്ന പോലെ നമ്മൾ 1-2 പേരെയൊക്കെ നമ്മൾ കാണാൻ പറ്റിയില്ല. പക്ഷേ പ്ലാനുണ്ട്. ഇപ്പോഴത്തെ ഈ തമിഴിൽ തന്നെ ഇപ്പോൾ റീമേക്ക് ചെയ്തപ്പോൾ അശോക് സെൽവൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. തമിഴ് ഇപ്പോൾ റീമേക്ക് ചെയ്തപ്പോൾ പുള്ളി തന്നെ കാണണം പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ സമയത്ത് ഒന്നുമല്ല, പുതിയ ആൾക്കാരാണല്ലോ, ഇതൊക്കെ കയറി അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം റോഷൻ വന്നായിരുന്നു. അപ്പോൾ ഞാൻ റോഷനോട് ഇതേ കാര്യം പറഞ്ഞു. അതായത് റോഷൻ സിനിമയിലെത്തിയിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അടികപ്പിയാരെയാണ് നമ്മൾ ആദ്യമായിട്ട് റോഷനെ കാണുന്നത്. അത് ഭയങ്കര ഒരു സംഭവം. അതായത് ഞങ്ങൾക്ക് ഇപ്പോഴത് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ഈ ഷൂട്ട് 2 ദിവസം മറ്റന്നാളാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ 2 ദിവസം മുമ്പ് ഒരു ഓഡീഷൻ വെച്ചു. അതായത് ഈ പറഞ്ഞ പയ്യന്മാർ ഒക്കെ കിട്ടാൻ അവിടുത്തെ ഈ കോളേജ് ഹോസ്റ്റലിലെ പയ്യന്മാരായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഡീഷൻ വെച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരിപ്പുണ്ട്. ആ സമയം അവിടേക്കാണ് റോഷൻ വരുന്നത്. റോഷൻ വന്ന് പുള്ളി വലിയൊരു ബയോഡേറ്റ പോലത്തെ ബൈൻഡ് ചെയ്തിട്ടുള്ള പുള്ളിയുടെ ആർട്ട് പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ കളർ ഫോട്ടോസും എല്ലാം വെച്ചിട്ട് പുള്ളി നാടകത്തിൻ്റെ ഡ്രാമ ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നല്ലോ, ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ വൻ ബിൽഡ് വെച്ചാൽ ഒരു ഇത്രയും വലിയൊരു കനത്തിലുള്ളൊരു സാധനമാണ് പുള്ളിയുടെ ബയോഡേറ്റ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തരുന്നു. ഞങ്ങൾ തന്നെ ഇങ്ങനെ എന്തുപാടെന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി, പുള്ളിയുടെ ബയോഡേറ്റ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ അഭിപ്രായം തോന്നി, ഞങ്ങൾ ഇത്രയും വലിയ ആൾക്കാരാണോ, പുള്ളിയൊക്കെ വരാൻ മാത്രം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നി. എന്നിട്ട് ഓക്കെ പുള്ളി തന്നു, എന്നിട്ട് നോക്കൂ എന്നുള്ള രീതിയിൽ ഓക്കെ. അപ്പോൾ ഞങ്ങളൊരു സീൻ കൊടുത്തു. ആദ്യം ആ ക്യാരക്ടർ അല്ലായിരുന്നു പുള്ളി ചെയ്യാനിരുന്നത്. ഈ പ്രേംരാജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലായിരുന്നു പുള്ളി റോഷന് വെച്ചിരുന്നത്. ഫസ്റ്റ് മറ്റേ അച്ഛൻ്റെ ഇൻട്രൊഡക്ഷൻ കാണിക്കുമ്പോഴത്തെ അച്ഛനോട് പോയി സിഗരറ്റ് കഞ്ചാവ് കൊണ്ടുപോകാൻ ചോദിക്കുന്ന
സീനുണ്ടല്ലോ, ആ ക്യാരക്ടറായിരുന്നു റോഷന് വെച്ചിരുന്ന ക്യാരക്ടർ. അപ്പോൾ നമ്മൾ ഓഡീഷന് വേണ്ടിയിട്ട് ഈ സീൻ കൊടുത്തു. പുള്ളി കുറച്ച് നേരം വെളിയിൽ പോയി എന്നിട്ട് എല്ലാം നോക്കിയിട്ട് വന്നിട്ട് പുള്ളി അങ്ങ് പെർഫോം ചെയ്തു. അടിപൊളി, വൻ സാധനം. അപ്പോൾ നമ്മൾ അപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എക്സൈറ്റഡ് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പോയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പുള്ളി അപ്പോൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. പക്ഷേ അപ്പോൾ പറഞ്ഞു ഇതുപോലെ ഇന്ന ദിവസമാണ് ഷൂട്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്താണ് പുള്ളി പുതിയ നിയമം സിനിമ ആ സമയത്ത് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഷൂട്ടുമായിട്ട് ക്ലാഷായപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു മമ്മൂട്ടി പടം, AK സാജൻ സാർ പടം, അങ്ങനെ ഒരു പടമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അതിനെ പോകാവൂ, അതിന് തന്നെ പോകണം, ഞങ്ങൾ വരരുത്, അതിന് തന്നെ പോയി ചെയ്യുക എന്നുള്ളത് പറഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും പിന്നെ നോക്കാം, ഏതെങ്കിലും അടുത്ത പടത്തിൽ നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ, പോയി അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ പ്രേംരാജ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അത് നമ്മൾ വേറൊരാളായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അത് പുള്ളിക്ക് നടന്നില്ല, പുള്ളിയെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പെട്ടെന്ന് നമുക്ക് അടുത്ത ദിവസം ഷൂട്ട് ചെയ്യണം. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഈ റോഷൻ്റെ പേരിങ്ങനെ നമ്മൾ വന്നത്. അപ്പോൾ ഇനി പയ്യനുണ്ടല്ലോ, എന്നാൽ വിളിച്ച് നോക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളിയെ വിളിച്ചപ്പോൾ വന്ന് ഫ്രീയാണ്, ആ ദിവസം ഫ്രീയാണ്. അപ്പോൾ ഒന്ന് കയറിപ്പോരുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ചെയ്തതാണ് ആ ക്യാരക്ടർ. കുറച്ചുകൂടെ നല്ലൊരു ക്യാരക്ടറാണ്, മറ്റേതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു നല്ലൊരു ക്യാരക്ടറും കുറച്ച് സ്ക്രീൻ സ്പേസ് ഉള്ളെങ്കിൽ പോലും അടിപൊളി ക്യാരക്ടറാണ്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്തു. കഥയുടെ മെയിൻ സാധനമാണല്ലോ, മെയിൻ ക്യാരക്ടറും കൂടെ ആണല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ അവൾ കയറുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു പുള്ളിയുടെ ഒരു ഫസ്റ്റോ സെക്കൻഡോ പടമാണ് അടികപ്പേരെ കൂട്ടമണി. സിനിമയിൽ വരുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടിയിട്ട് ക്ലബ് ഓഫിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്താണല്ലേ? അതെ, അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അത്. അന്ന് നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്നു, പ്രത്യേകിച്ച് പറഞ്ഞ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയും കാര്യങ്ങളേ ഉള്ളൂ, നമ്മുടെ ചിലവിനുള്ള പൈസയൊന്നും കിട്ടുന്നില്ല, നമ്മുടെ വട്ടച്ചെലവിന് കാശ് വേണം. അങ്ങനെ ഇപ്പോൾ നിൽക്കുമ്പോൾ സമയത്താണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ കോളേജിലേക്ക് ഒരു എൻക്വയറി വരുന്നു. ക്ലബ് FM-ൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഒളിമ്പിക്സ് നടത്തുന്നു. അതായത് തിരുവനന്തപുരത്തെ പല പഞ്ചായത്തുകളിൽ അങ്ങ് അമ്പൂരി മുതൽ കഴക്കൂട്ടം വരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും പോയി നമ്മൾ നടുറോടി വണ്ടിയുണ്ട്, ക്ലബ് FM-ൻ്റെ തന്നെ വണ്ടിയുണ്ട്, അതിന് ടീഷർട്ടും എല്ലാം ഉണ്ട്, യൂണിഫോം എല്ലാം ഉണ്ട്, നമുക്ക് തരും. ഞങ്ങളൊരു 4-5 പേര് പോയി പരിപാടി അവതരിപ്പിക്കുക. നടുറോടി വണ്ടി നിർത്തി പാട്ടിട്ട് ആൾക്കാരെ കൂട്ടി ഗെയിംസുകൾ നടത്തി അവർക്ക് സമ്മാനം കൊടുക്കുന്ന പരിപാടി. നമുക്കൊരു പേയ്മെൻറ്റും കിട്ടും. അങ്ങനെ ഒരു 4-5 ദിവസം ഞങ്ങൾ ക്ലാസ്സും കെട്ടിയത് ഇതിൻ്റെ പുറയിലായിരുന്നു. എത്ര കിട്ടിയത് പേയ്മെൻറ്റ് എത്രയാണെന്ന് എന്തോ 10-500 വെച്ച് ദിവസം. അന്നത്തെ 500 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 500 തോന്നി, ഇപ്പം ഓർക്കുന്നില്ല. അന്ന് വലിയ കാര്യമാണ്. ക്ലബ് FM-ൻ്റെ ഒരാളുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട് ത്രൂ ഔട്ട്. രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയേ വരത്തുള്ളൂ. രാത്രി വന്ന് ഒരു 3-4 ദിവസം ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ഈ പരിപാടി. അതുകൊണ്ട് ഈ പടം തുടങ്ങുമ്പോൾ നന്ദിയുണ്ടോ ക്ലബ് ഓഫിന്? ചെറിയ രീതിയിൽ വേണമെങ്കിൽ ഒരു നന്ദി ഒരു സീനിനകത്ത് വെച്ചിട്ടുണ്ട്. അതെന്താ? എന്നാലും സിനിമ ഫൺ കണക്കിന് ടൺ തിരിച്ചിട്ടത് അത് പടം കാണുമ്പോൾ നമുക്ക് കാണാം. എന്താ അങ്ങനെ ഒരു പേര് വെക്കാൻ കാരണം? അടികപ്പ്യാരെ കൂട്ടമണി. അതിൻ്റെ പിന്നിലെ കഥ എനിക്കിപ്പോൾ പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. പണ്ട് സ്കൂൾ കാലങ്ങളിൽ എവിടെയോ പലരും കേട്ടിട്ടുള്ള കഥകൾ തന്നെയാണ്. ഞാനതല്ല ചോദിച്ചത്, എന്തായിരുന്നു അത് ഓക്കെ, ടൈറ്റില് ശരിക്കും പറഞ്ഞാൽ അത് ആക്ച്വലി ഞാൻ എൻ്റെ വേറൊരു സബ്ജക്റ്റിന് വെച്ചിരുന്ന ഒരു പേരായിരുന്നു. ഓക്കെ, വേറൊരു ഇതേപോലെ ഒരു കോമഡി എൻ്റർടൈനറിന് വെച്ചിരുന്ന ഒരു പേരായിരുന്നു. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ കപ്പ്യാർ തുടങ്ങി, എഴുത്തും കാര്യങ്ങളൊക്കെ തുടങ്ങി. നമ്മൾ എല്ലാം ആയി വരുമ്പോഴും ടൈറ്റിലാവുന്നില്ല, ടൈറ്റിലും കാര്യങ്ങളൊന്നും. അപ്പോൾ എൻ്റെ ഈ ടൈറ്റിലെല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു സബ്ജക്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ ഫ്രണ്ട് അച്ചു എന്ന് പറഞ്ഞ ഫ്രണ്ട്, തൃശ്ശങ്കൂരിൻ്റെ ഡയറക്ടർ, ഞങ്ങളെല്ലാം ഒരു ഫ്രണ്ട്സ് മാറി വാനിയസ് ഒരുമിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ അവനതുപോലെ പറയുന്നത് ഇരുന്നാൽ പിന്നെ ഈ പേരങ്ങനെ തന്നെ കിട്ടൂടെ ഇത്, കാരണം ഏറ്റവും വലിയ ക്യാച്ചി പേരാണ് അടികപ്പ്യാരെ കൂട്ടമണി. അത് പ്രത്യേകിച്ച് അർത്ഥമെന്ന് പറയാൻ നമുക്കൊന്നുമില്ല. ഇപ്പം മഴ പെയ്യുന്നു വെള്ളം കൊട്ടുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അക്കരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഴയ നാടോടിക്കാറ്റ്, അല്ലെങ്കിൽ പ്രിയദർശൻ സാറിൻ്റെ പഴയ സ്ലാപ്സ്റ്റിക് പടങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും പറയാൻ പറ്റത്തില്ല. അരം പ്ലസ് അരം കിന്നരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് അർത്ഥമില്ല, എന്നാൽ ഇതിന് ഏറ്റവും ബെസ്റ്റ് ടൈറ്റിൽ ഇതാണ്, അടികപ്പ്യാരെ കൂട്ടമണി. കാരണം ഒരു പടത്തിൻ്റെ ഒരു വലിയൊരു കാര്യമാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ടൈറ്റിൽ അത്രയും ക്യാച്ചി ആയിട്ടുള്ള ടൈറ്റിൽ കിട്ടി അത്രയും നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് പടവുമാണ്,
നമ്മൾ ഒരു തരത്തിലും റിസ്ക് എടുക്കണ്ട എന്നുള്ള രീതിയിൽ എന്നാൽ പിന്നെ ഓക്കെ ആ പടത്തിന് വേറെ പേരിടാം എന്ന് ആ പേരെടുത്തിൽ ഇതിനിടാമെന്ന് പറഞ്ഞാൽ ഇട്ടതാണ് അടികപ്പിയാരെ കൂട്ടമണി എന്നുള്ളത്. പിന്നെ ഇടയ്ക്കൊക്കെ ചില ചേഞ്ചസ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ വന്നപ്പോഴും വേറെ വല്ലതും പേരിടാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വന്നപ്പോഴും ലാസ്റ്റ് കറങ്ങി ഇത് തന്നെ വന്നു, ഇത് മതി എന്നുള്ള രീതിയിൽ വന്നു അടികപ്പിയാരെ. ധ്യാനും നമിതയും പ്രൊഡ്യൂസർമാരൊക്കെ ഈ പേര് കേട്ടപ്പോൾ എന്താ പറഞ്ഞത്? അവർക്കാദ്യം കഥ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കഥ അറിഞ്ഞപ്പോഴാണ് പറഞ്ഞതെന്നോ മാറ്റണോ എന്നുള്ള രീതിയിൽ ചോദിച്ചത്. ഇതിൽ പിന്നിലെ കഥ പറഞ്ഞു ഇല്ല, കഥ കുഴപ്പമില്ല, നമുക്ക് ഇതാണല്ലോ സിനിമയാണല്ലോ. മൂന്നാമത്തെ അടിപ്പടം അടിനാശം വെള്ളപ്പൊക്കം. ഈ ടൈറ്റിലോ? ഇത് പിന്നെ നേരത്തെ ആലോചിച്ചിരുന്ന ഈ സബ്ജക്റ്റിന് ആലോചിച്ചിരുന്ന ഒരു പേര് തന്നെയാണ്, അടിനാശം വെള്ളം. ഇതല്ല ഈ നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ഓരോരോ പ്രയോഗങ്ങളാണ് ഈ പറയുന്ന അടിനാശം വെള്ളപ്പൊക്കം. അതായത് കാര്യങ്ങൾ കംപ്ലീറ്റ് കൈവിട്ടു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പറയുന്നതാണ് അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥയെ അങ്ങനത്തെ ഒരു സംഭവമാണ്. ഫുൾ ആക്ഷൻ ആണോ ഇത്? അല്ല, ഫുൾ മീൻസ് ആക്ഷൻ മറ്റേ ഫൈറ്റ് അങ്ങനത്തെ അല്ല, കോമഡി സ്ലാപ്സ്റ്റിക് കോമഡി എൻ്റർടൈനർ. പക്ക ഒരു ക്യാറ്റ് ആൻഡ് മൗസ് അല്ലെങ്കിൽ പഴയ എന്താ പറയുക ഇപ്പോൾ ടോം ആൻഡ് ജെറി കാണുന്ന പോലെ, അല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മളങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും പഴയ പ്രിയദർശൻ സാറിൻ്റെയൊക്കെ പടങ്ങളൊക്കെ പറയുന്ന പോലെ ഒരു പക്ക എൻ്റർടൈനർ. കപ്പ്യാർ പോലെ തന്നെ, കപ്പ്യാരിൻ്റെ ഒരു കുറച്ചുകൂടി ഒരു വലിയ, കപ്പ്യാർ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നതാണെങ്കിൽ ഇത് കുറച്ചുകൂടെ, ഇത് കോളേജും ഉണ്ട്, അല്ലാതെ ഈ പറഞ്ഞ പോലെ കാട്, ഈ പറഞ്ഞ പോലെ എല്ലാം ഉള്ള ഏരിയ. ആന വരുന്നുണ്ട് ഇതിനകത്ത്, വലിയൊരു ക്യാരക്ടറുണ്ട് ആനതിനകത്തൊരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോസ്റ്റിൽ ആനയുടെ വെച്ച് വരുന്നത്. അത് പടയപ്പ എന്നാണ് ക്യാരക്ടറിൻ്റെ, ശരിക്കും മൂന്നാറിലെ പടയപ്പയുടെ പേര് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ആ ക്യാരക്ടറിൻ്റെ പേര് പടയപ്പ, കാട്ടാന തന്നെയാണ്. അപ്പോൾ ഇതിനകത്തൊരു ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ. പടയപ്പ എന്ന് കത്തിക്കുന്നുകൊണ്ടാണ് ആ പേരിട്ടത്. അതുകൊണ്ട് പടയപ്പ എന്ന് പേരും കിട്ടത്. പിന്നെ പുതുപ്പള്ളി സാധു, അതാണ് ആനയ ഇതിനെ അഭിനയിച്ചത്. ആന കുറേ ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 6-7 ദിവസം ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ഫൈറ്റ് മൊത്തം ഈ പറയുന്ന ആനയും പരിപാടിയും കാര്യങ്ങളും. ക്ലൈമാക്സ് ഫൈറ്റാണ് ഇതിൻ്റെ അടിനാശം വെള്ളപ്പൊക്കം. കംപ്ലീറ്റ് എല്ലാം തൂത്തുവാരി അടിയും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ആനയെ ഡയറക്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയോ? ആനയായിരുന്നു ഏറ്റവും എളുപ്പം. മനുഷ്യരെക്കാട്ടിൽ ഏറ്റവും എളുപ്പം എളുപ്പം ഷൂട്ട് ചെയ്യാൻ. ഞങ്ങൾ ആദ്യം പേടിച്ചു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഓക്കെ ആനയുടെ സീക്വൻസൊക്കെ നമുക്ക് CG ചെയ്യേണ്ടി വരുമോ, അതിനൊക്കെ നമ്മൾ ആദ്യം ബജറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പക്ഷേ ഇത്രയും അതറിഞ്ഞാൽ തോന്നുന്നു ആനയ്ക്ക് പേര് കിട്ടത്, സാധു എന്ന് പേരിട്ടത്. വെറും സാധു ആയിട്ടുള്ള ഒരു ആന, ആർട്ടിസ്റ്റ് പോലും നിൽക്കത്തില്ല കറക്റ്റ്, ഇത്രയും പൊസിഷൻ കറക്റ്റായിട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞാൽ കറക്റ്റ് വന്ന് കൊണ്ടുവന്ന് നിൽക്കും, കറക്റ്റ് പറഞ്ഞ് മാർക്ക് പോലും കറക്റ്റ് ആക്ഷൻസ് ചെയ്യും, ഒരു പ്രശ്നവും ഇല്ല. ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് ആനയുടെ പോർഷൻ തീർത്തിട്ട് ആന പോയി. അപ്പോഴും നമ്മൾ അവിടെ കിടന്ന് അടിക്കുക. അതാണ് ശരിക്കും നടന്നത്. ഇനിയിപ്പോൾ നാലാമത്തെ പടത്തിൻ്റെ പേരിലും അടിയില്ലാവോ? തൽക്കാലം അടി സീക്വൻസ് നിർത്തിയിരിക്കുക. അടി നമ്മൾ ഇതോടുകൂടി തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഷോ ഇന്റർവ്യൂ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ താങ്ക് യു ബ്രോ. താങ്ക് യു.